സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ അതിക്രമ ശ്രമം. ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ഷൂ എറിയാനാണ് ശ്രമമുണ്ടായത്. കോടതി മുറിക്കുള്ളിലായിരുന്നു സംഭവം. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, ഇത് അഭിഭാഷകൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നത് സംബന്ധിച്ച് വിവരമുണ്ടോ? ഒരു പ്രതിഷേധമായിരുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ അച്യുതൻ? വിജയകുമാർ, കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ലഭിക്കുന്നു. ഇന്ന് രാവിലെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ചേർന്ന സമയത്താണ് ഈ ഒരു അതിക്രമ ശ്രമം ഉണ്ടായത്. അതായത് രാവിലെ ബെഞ്ച് ചേർന്ന ശേഷം കേസ് പരാമർശിക്കുന്ന നടപടികളിലേക്ക് കടന്നു. ആ ഘട്ടത്തിലാണ് ഈ അഭിഭാഷകനായിട്ടുള്ള രാകേഷ് കിഷോർ ഇത്തരമൊരു അതിക്രമ ശ്രമം, അതായത് തൻ്റെ സ്പോർട്സ് ഷൂ കാലിൽ നിന്ന് ഊരി ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ എറിയുവാനുള്ള ഒരു ശ്രമം നടത്തിയത്. എന്നാൽ ആ സമയത്ത് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് അത് തടയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നത്. സനാതന ധർമ്മത്തെ അപമാനിക്കുന്നത് സഹിക്കില്ല എന്ന് ഉയർത്തിക്കൊണ്ടാണ് ഈ അഭിഭാഷകൻ ഈ ഒരു അതിക്രമ ശ്രമം നടത്തിയത്. എന്നാൽ ചീഫ് ജസ്റ്റിസ് BR ഗവായി ഈ സംഭവത്തിൽ പ്രതികരിച്ചത് ഇതൊന്നും തൻ്റെ പ്രവൃത്തിയെ ബാധിക്കില്ല എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് BR ഗവായി ഈ മറുപടി നൽകിയത്. ഈ അഭിഭാഷകൻ ഇത്തരമൊരു അതിക്രമം നടത്തുന്നതിന് പിന്നിലെ കാരണമെന്നത് ഇദ്ദേഹം മുൻപ് ഒരു ഹർജി, അതായത് മധ്യപ്രദേശിലെ ഒരു വിഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ഹർജി, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഹർജി സുപ്രീം കോടതിയിൽ വന്നിരുന്നു. അന്ന് ആ ക്ഷേത്രത്തിലെ വിഗ്രഹം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി നൽകിയത്. എന്നാൽ അന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഈ പ്രസിദ്ധിക്ക് വേണ്ടിയാണ് ഇത്തരം ഹർജികളുമായി സുപ്രീം കോടതിയിൽ വരുന്നതെന്നും തൻ്റെ ദൈവത്തോട് തന്നെ അത് താൻ പോയി ചോദിക്കൂ, ആ പ്രശ്നങ്ങൾ ചോദിക്കൂ, താനൊരു യഥാർത്ഥ ഭക്തനാണെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഹർജി അന്ന് തള്ളിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ അഭിഭാഷകൻ ഇത്തരമൊരു കൃത്യം ചീഫ് ജസ്റ്റിസിന് നേരെ നടത്തിയത്. വിജയകുമാർ, സനാതൻ കാ അപമാൻ നഹി സഹേങ്കെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ അഭിഭാഷകന്റെ ഡ്രസ്സ് ധരിച്ച, അല്ലെങ്കിൽ ആ ഡ്രസ് കോഡുള്ള ഒരാൾ കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അങ്ങനെ മുദ്രാവാക്യം മുഴക്കി എന്നാണ് ദൃക്സാക്ഷികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതാരാണ്? അഭിഭാഷകൻ തന്നെയാണോ അതോ പുറത്തുനിന്നുള്ളവരാണോ? ഇവരൊക്കെ എങ്ങനെ കോടതിക്കകത്ത് വന്നു എന്ന് ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നുണ്ടോ. ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് ചീഫ് ജസ്റ്റിസ് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന അഭിഭാഷകരോട് പറയുകയും ചെയ്തു. കോടതിയും നടപടികൾ തുടർന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആരാണ്, എങ്ങനെ അവിടെ കടന്നു, അഭിഭാഷകനാണോ എന്നതൊക്കെ പരിശോധിച്ച് വരികയാണ് എന്നാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള മറ്റു വിവരങ്ങൾ. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.